കർക്കിടകമൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കർക്കിടകം 1-ാം തീയതി നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അബിയേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ കാലത്ത് നല്ല മഴയും കാര്യങ്ങളല്ലേ, അപ്പോൾ ഉണ്ണികളെയും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് നമ്മൾ വൈകിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കർക്കിടകത്തിൻ്റെതായ കാരണം ഒരുപാട് പരിപാടികൾ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സാധാ പോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ട്, തൊഴുതുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക വിഷമങ്ങളും നമ്മൾ എന്തെങ്കിലും കാര്യം സിൻസിയറായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദേവി നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ, സാധിച്ചു തരുന്നതായിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നാമജപ പാരായണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുണ്ടായിരുന്നു, ദേവി പൂജ ഉണ്ടായിരുന്നു, ഭദ്രകാളി സേവ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിള്ളേർ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് പുഴയുടെ അടുത്തുള്ള അമ്പലമാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് നടന്ന് വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ മഴയായ കാരണമാണ് കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ 1-2 റീൽസിലും വീഡിയോസിലൊക്കെ നിങ്ങൾ ലൈവിലൊക്കെ ഈ അമ്പലം കണ്ടിട്ടുണ്ടാകും. ദേവീൻ്റെ അമ്പലം കേട്ടോ. ഇതിൻ്റെ മേലെ തന്നെയാണ് തൃക്കൂരി ശിവൻ്റെ അമ്പലം, മഹാദേവ ക്ഷേത്രം. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. നമ്മളിപ്പോൾ ദേവീൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ചേന്നംകുളങ്ങരയ്ക്കാണ് കേട്ടോ, നമ്മുടെ തട്ടകം. അതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പ് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബ്ലോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ചെരുപ്പ് ചെറുതായി, നടക്കുമ്പോൾ ചെരുപ്പ് കാലുമെന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു, എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, നമുക്കിനി ചെരുപ്പ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെരുപ്പ് കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ചേന്നംകുളങ്ങരയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ റൂട്ട് തന്നെയാണ്, ഈ ചെരുപ്പ് കടയുള്ള റൂട്ടിലേക്ക് തന്നെയാണ് പോണത്. എന്തായാലും ഇവിടം വരെ വന്നില്ലേ, അപ്പോൾ എന്തായാലും മാറ്റാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനോട് പറഞ്ഞു. ഇവിടെയുള്ള കടക്കാർക്കൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 ദിവസമായി ആ ചെരുപ്പ് മേടിച്ചിട്ട്, പക്ഷെ നമ്മൾ യൂസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊരു മടിയോ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, കസ്റ്റമർ ഫസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു മനോഭാവമുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ എത്ര ചെരുപ്പ് വലിച്ചു വാരിയിട്ടാലും ചീത്ത പറയേ, എന്താ പറയുക, ഒന്ന് മുഖം കറുപ്പിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും അവരിങ്ങനെ എടുത്തു തരും. എന്താ പറയുക, പുതിയ പുതിയ മോഡലും കാര്യങ്ങളൊക്കെ ഈ കടയിലുണ്ട്. അപ്പം നമ്മൾ കുറേ നാളുകളായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. ഉണ്ണികൾക്കായാലും എനിക്കായാലും ഏട്ടനായാലും ചെരുപ്പായാലും ബെൽറ്റായാലും എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ കുട്ടികൾ അന്ന് വന്നിട്ട് നല്ല ഓടിക്കളിയും കാര്യങ്ങളായിരുന്നു. ചില കടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കാണാറുണ്ട്, കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത പറയുന്നത് വെച്ചാൽ അവരിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുമ്പോഴേ അവരുടെ സാധനങ്ങളൊക്കെ നാശമാവും, അത് വിചാരിച്ചിട്ടാവും. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഫൈനലി എൻ്റെ സൈസ് 7 6 ഞാൻ എടുത്തു കൊണ്ടുപോയത്, ഞാൻ ശ്രദ്ധിക്കേണ്ട കൊണ്ടുപോയത് തന്നെയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ടിട്ട് വേണം അമ്പലത്തിൽ പോകണമെങ്കിൽ കേട്ടോ. ജസ്റ്റ് ഇടണമെന്നില്ല, നമ്മൾ കാറിൽ ഊരിയിടുള്ളൂ കേട്ടോ. എന്തായാലും അമ്പലത്തിൽ കയറുമ്പോൾ ചെരുപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ചെരുപ്പിടാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ, എല്ലാവിടെയും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത് വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട വരുന്നത് ഒല്ലൂരാണ് കേട്ടോ. നമ്മുടെ സൂഫി മന്ദിരമൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അങ്ങനെ നമ്മൾ നമ്മുടെ തട്ടകമായ ചേന്നംകുളങ്ങരയിലേക്ക് പോവുകയാണ്. അപ്പോൾ നൈറ്റ് എന്ത് ഭംഗിയാന്ന് നോക്കി, അടിപൊളിയായിരുന്നു കേട്ടോ. അതുമാത്രമല്ല നമ്മൾക്ക് ബ്ലോക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചോ. ചേട്ടൻ പറഞ്ഞു ബൈക്കിൽ വരാച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാലും മഴ, പിന്നെ ഇടവഴി നോക്കാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പ് മാറ്റാൻ പറ്റില്ലല്ലോ, ബ്ലോക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ബ്ലോക്കൊന്നുമില്ല. നോക്കി നമ്മുടെ അമ്പലം അടിപൊളി അമ്പലം കേട്ടോ. നമ്മുടെ ചെറിയ അമ്പലം ഞാൻ കാണിച്ചെന്നില്ലേ, പുറയങ്കാവ് തുടക്കത്തിൽ തന്നെ, ആ അമ്പലത്തിൽ നിന്ന് മീനഭരണിക്കും പിന്നെ ഒരുപാട് പരിപാടിയും കാര്യങ്ങൾക്കൊക്കെ നോക്കിയാൽ അവിടെ നിന്ന് ദേവീനെ എന്താ പറയുക, വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് തുള്ളലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. ഇവിടുത്തെ കുംഭഭരണിയൊക്കെ അടിപൊളിയാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അടിപൊളി ദേവീൻ്റെ അമ്പലമാണ്. നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്താ പറയുക, നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യത്തിന് കേട്ടോ. മറ്റുള്ളവർക്ക് അതും ഇതൊന്നും ആക്കാനൊന്നല്ല, നല്ല കാര്യം. നമുക്ക് വിഷമിച്ചിരിക്കുന്ന ടൈമിലോ നമ്മൾക്ക് എന്തെങ്കിലും എന്താ പറയുക, അത്രയും നമ്മൾ സിൻസിയറായിട്ട് ആഗ്രഹിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇവിടുത്തെ അതെ ഒട്ടുമിക്ക ദൈവങ്ങൾ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം എന്നല്ല, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അനുഭവമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ അത്രയും വിഷമമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം കിട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട് അവിടെ, അതൊക്കെ നമ്മൾ അവിടെ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ എന്താ പറയുക, നല്ല കാമൻ കോയിട്ടാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ആലുണ്ട്, ഫുള്ള് വവ്വാലുകൾ വന്നിരിക്കുന്ന ആല്. എന്ത് രസമാണെന്ന് അറിയാം, നൈറ്റ് അവറ്റങ്ങൾ ചിറകടിയും ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്, ആകാശഗംഗ പോലെയൊക്കെ തോന്നും. പക്ഷേ അടിപൊളി ഒരു ആംബിയൻസ് ഉണ്ട് കേട്ടോ അവിടെ. നോക്കിയാൽ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന നോക്കിയാൽ
അമ്പലവും അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ആന വന്ന് നിന്നിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പൂരത്തിന്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ അമ്പലം വിശേഷങ്ങൾ ഇവിടെ കഴിയാണ്. അപ്പോൾ കർക്കിടകത്തിന് നമുക്ക് വരാൻ പറ്റിയില്ല. അത് കാരണം നോക്കിയേ നമ്മൾ വൈകിട്ടാണ് ഈവനിങ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്തായാലും നമ്മളെ വീട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലം വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പറ്റൂച്ചങ്ങോട്ട് പോരാട്ടോ എല്ലാവരും.